നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഏപ്രിൽ 18 ഏപ്രിൽ 18 വൈശാഖ മാസാരംഭത്തിൻ്റെ തുടക്ക ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ്. വൈശാഖ മാസം ആരംഭിക്കുകയാണ്. ഈ മാസത്തിൻ്റെ പ്രാധാന്യം ആദ്യം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പുണ്യമാസത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു സൽക്കർമ്മത്തിനും പുണ്യപ്രവർത്തികൾക്കും 10 ഇരട്ടി ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. ഏത് കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ വന്നുചേരാം. പൂർവികർ പറഞ്ഞത് പ്രകാരം അല്ലെങ്കിൽ പറഞ്ഞതനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിലേക്ക് എഴുന്നള്ളുന്ന അതിവിശിഷ്ടമായ സമയം കൂടിയാണ് ഈ പുണ്യമാസം. ഈ പുണ്യമാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം പ്രഭാതത്തിൽ ഉണരുക എന്നുള്ളതാണ്. പ്രഭാത വന്ദനമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. അതായത് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിക്കുമ്പോഴും ഉണരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പരമാവധി ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക. സാധിക്കുന്നില്ല എങ്കിൽ രാവിലെ 6 മണിക്ക് മുൻപായെങ്കിലും സൂര്യോദയത്തിന് മുൻപായെങ്കിലും കുളിച്ച് നിലവിളക്ക് വീടുകളിൽ തെളിയണം എന്നാണ് പറയുക. അതിനുശേഷമായിരിക്കണം നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക്, അടുക്കള പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അതിനാൽ ഈ ഒരു കാര്യം ചെയ്യുക. ഈ സമയം വിഷ്ണു ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ഏതൊരു മന്ത്രം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായി തീരും. അതിനാൽ തീർച്ചയായും അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ നിലവിളക്ക് തെളിയിച്ച് മഹാവിഷ്ണു ഭഗവാനെ നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മഹാവിഷ്ണു ഭഗവാന്റെയും സാക്ഷാൽ സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ ദിവസവും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാണ്. അത്യുത്തമമായി തന്നെ പരാമർശിക്കാം. അതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ വിശേഷപ്പെട്ട കാര്യം തന്നെയാണ്. ഏപ്രിൽ 18 ഒരു ശനിയാഴ്ചയും ഒപ്പം അശ്വതി നക്ഷത്രം കൂടിയായതിനാൽ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ശുഭകരമായി തീരും. പ്രധാനമായും ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ശനി ദോഷം ജീവിതത്തിൽ ഉള്ളവരാണ് എങ്കിൽ നിർബന്ധമായും ഇന്ന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരും. ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുവാനും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കുവാനും സഹായകരമായി തീരും. പ്രധാനമായും നിങ്ങളെ ശത്രുദോഷങ്ങൾ തരണം ചെയ്യുവാനും ഈ സമയം നിങ്ങൾക്ക് ആയുരാരോഗ്യ വർധനവിനും ഉത്തമം തന്നെയാണ്. കൂടാതെ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ സമയം സാക്ഷാൽ ഗണപതി പ്രീതി വരുത്തേണ്ടതും അനിവാര്യമാണ്. അതിനാൽ തീർച്ചയായും ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഘ്നങ്ങൾ അകലുവാൻ ഗണപതി ഭഗവാന് കറുകാമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. സാധിക്കുമെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം ഭഗവാന് സമർപ്പിക്കുന്നതും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാളികേരം ഉടയ്ക്കുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. ഇനി അഥവാ പകൽ രാവിലെ സാധിച്ചില്ല എങ്കിൽ സന്ധ്യയ്ക്കോ രാത്രിയിലാണ് എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം രാവിലെയും വൈകുന്നേരവും 108 ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമായ കാര്യമാണ്. മെയ് മാസത്തിൽ വരുന്ന അമാവാസി വരെ ഈ മന്ത്രജപം മുടങ്ങാതെ നിങ്ങൾ
ജപിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മുടക്കം കൂടാതെ നിങ്ങൾ ഉരുവിടേണ്ടതാകുന്നു. എന്നാൽ ഭഗവാന്റെ മറ്റ് മന്ത്രങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് ഈ സമയം ജപിക്കാവുന്നതാണ്. ആ മന്ത്രങ്ങൾ കൂടി ജപിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമം തന്നെയാകുന്നു. ഈ പുണ്യമാസത്തിലെ പ്രാർത്ഥനകൾ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ സമയം നിങ്ങൾക്ക് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെ ദർശനം നടത്തുന്നത് വിശേഷം തന്നെയാകുന്നു. സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാസമയത്ത് ദർശനം നടത്താം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഐശ്വര്യ വർദ്ധനവ് തന്നെയാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക. നിത്യവും വിളക്ക് തെളിയിക്കുമ്പോൾ കാൽപാദത്തിൽ ഒരു തുളസി സമർപ്പിച്ച് സാധിക്കുന്നവർ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. സാധിക്കാത്തവർ കാൽപാദങ്ങളിലാണ് എങ്കിലും ഒരു തുളസി സമർപ്പിച്ച് നിത്യവും പ്രാർത്ഥിക്കണം. തുളസി വാടുന്നതിന് മുൻപ് തന്നെ ആരും ചവിട്ടാത്ത ഇടത്ത് ഇടേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് വളരെ വിശേഷമായ ഫലം ലഭിക്കും. പ്രത്യേകിച്ചും 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ്. എന്നാൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന പോലെ തന്നെ തെളിയിക്കാം. എന്നാൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ അതിരാവിലെയും സന്ധ്യാസമയത്തും ജപിക്കണം. കൂടാതെ ഈ സമയം ഭഗവാന് പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷം തന്നെയാകുന്നു. അതിനാൽ നിത്യവും നിങ്ങൾ ഇപ്രകാരം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾ നിവേദ്യങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷാൽ ഫലം നിങ്ങൾക്ക് നൽകുന്നതായ കാര്യമാണ്. അതിനാൽ സാധിക്കുന്നവർ ഭഗവാന് ഇപ്രകാരം നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിത്യവും നിങ്ങൾ മന്ത്രജപം മുടക്കുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ രാത്രി സമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഭഗവാന്റെ മന്ത്രങ്ങൾ മുടക്കം കൂടാതെ ജപിക്കുക. നിത്യവും കളഭം അണിയുന്നതും ക്ഷേത്രപ്രസാദം, പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ആ കളഭം നിത്യവും നിങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിന് കൂടി പ്രാധാന്യം നൽകണം. ഈ സമയം വഴക്കുകൾ പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. ഈ സമയം ഭഗവാനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ലഭിക്കും എന്നത് നിശ്ചയമായ കാര്യം തന്നെയാകുന്നു.